ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യ ഉദയഭാനുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഉദയഭാനു ആകെ ടെൻഷനാവാണ്. ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് അയാൾ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം കൊണ്ട് കോളിംഗ് ബെല്ല് അടിച്ചിട്ടും കാണാത്തത് കൊണ്ട് സുകന്യ തിരിച്ചു പോകാനായിട്ട് പോവാണ്. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് ശ്രീകല വന്ന് വാതിൽ തുറക്കുന്നുണ്ടല്ലോ. അങ്ങനെ സുകന്യ അകത്തേക്ക് കയറി ചെല്ലാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഉദയേട്ടൻ എന്തായാലും ഇവിടെ ഇല്ല, ആഫ്രിക്കയിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, അങ്ങനെ അങ്ങോട്ട് പോയേക്കുവാണല്ലോ. സാരമില്ല, എന്തായാലും കാണാൻ പറ്റിയില്ലല്ലോ. ഞാനിവിടെ അടുത്തൊരു വീട്ടിൽ കല്യാണ മണ്ഡപത്തിൽ വന്നതാണ് കല്യാണം കൂടാനായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ ഇവിടെ അടുത്താണല്ലോ ദേവിയുടെ വീട്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. പിന്നെ ചെറിയൊരു സഹായം എനിക്ക് ചെയ്യണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് എന്നെ ശ്രീകല അവിടെ സുകന്യ ഇരുത്തിയിട്ട് മാറി നിന്ന് ഉദയഭാനുവിൻ്റെ ഫോൺ ചെയ്യുന്നുണ്ട്. ഉദയഭാനു അകത്തേക്ക് കയറി വരിക. അടുക്കള വശത്തൂടെ കയറി വരാൻ പറഞ്ഞിട്ട് ഉദയഭാനുവിൻ്റെ വിഗും ഡ്രസ്സും ഒക്കെ പതിയെ സുകന്യ കാണാതെ അടുക്കള വശത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അയാൾ ആ വേഷമൊക്കെ മാറുവാണ്. എന്നിട്ട് പറയാം, സുകന്യ വന്നത് എന്തോ കാര്യം സാധിച്ചെടുക്കാനാണ്, അവളെ പറയുന്നത് എന്താണെന്ന് കേൾക്കണം. എന്തായാലും ഇനിയിപ്പോൾ പോയില്ല, തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ഒരു അടവങ്ങ് പറയാം, അതാ നല്ലത്. അങ്ങനെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. എന്നിട്ട് സുകന്യ കേൾക്കത്തക്ക രീതിയിൽ പെട്ടെന്ന് തന്നെ ഉദയഭാനുവിൻ്റെ പറയാണ്, അല്ല ഉദയേട്ടൻ എന്താ പോയിട്ട് തിരിച്ചു വന്നോ? ഇന്നെന്താ ഫ്ലൈറ്റ് കിട്ടിയില്ല, എന്താ പറ്റിയത്? ആഫ്രിക്കയിൽ പോവേണ്ടതല്ലേ ഇന്ന്? എടി ശ്രീകളെ, പോകണമെന്നും പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയത്, ഫ്ലൈറ്റ് മിസ്സായി. അയ്യോ, അതെന്താ പറ്റിയേ? പോകുന്ന വഴിക്ക് നമ്മുടെ കാറ് എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു സ്ത്രീയെ തട്ടി. പാവം, അവനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് പിന്നെ അവരെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? നോക്കിയപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ അവരാണെങ്കിൽ ഒരു കയറിക്കിടക്കടം പോലും ഇല്ലാത്തൊരു പാവ സ്ത്രീയാണ്. നമ്മുടെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് കണ്ടപ്പോൾ സഹിച്ചില്ലടി. പിന്നെ എൻ്റെ മാനേജറെ വിളിച്ചു, അവർക്കൊരു വീട് ശരിയാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ കൂടിപ്പോയാൽ കുറച്ച് രൂപയുടെ നഷ്ടം വരും, പക്ഷേ ആ അമ്മയ്ക്കൊരു ജീവിതം കിട്ടിയില്ലേ, എനിക്ക് പുണ്യവും കിട്ടുമല്ലോ. അതൊക്കെ ഏൽപ്പിച്ച് അവിടെ കാലിത്തൊട്ട് തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും ദേ കിടക്കണം, പോയി, ഫ്ലൈറ്റ് മിസ്സായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിൽ പോവാം, സാരമില്ല. ഫ്ലൈറ്റ് മിസ്സായാലെന്താ, ഞാൻ നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? അതെ, ഉദയേട്ടൻ നല്ലൊരു പ്രവൃത്തി തന്നെ ചെയ്തത്. സുകന്യ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. എന്തായാലും കൊള്ളാം, ഉദയഭാനു സാർ ചെയ്തത് നല്ല പ്രവൃത്തി തന്നെ കേട്ടോ. ആഹാ, ഇതാരാ ഇവിടെ വന്ന് നിൽക്കുന്നത്? സുകന്യയോ? മോളിവിടെ ഉണ്ടായിരുന്നോ? എന്താ ഇവിടെ വന്നേ? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ, അങ്ങനെ ഞാൻ ദേവിയുടെ വീട്ടിലേക്ക് കയറിയതാണ്. അത് ശരി. പിന്നെ ഉദയഭാനു സാർ ഞാനൊന്നും പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ മോളെ, ഇത്രയും പണവും സ്വത്തും ഒക്കെ ഉണ്ടെങ്കിലും പ്രതാപമൊക്കെ ഉണ്ടെങ്കിലും ദേവിക്ക് ഇതിൻ്റെ ഒരു ഇതും ഇല്ല കേട്ടോ. ദേവി കാണിക്കുന്നതൊന്നും അത്ര ശരിയല്ല. എന്താ മോളെ, അവൾ എന്ത് ചെയ്തു? അങ്ങനെയല്ലെന്നേ, ദേവിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ നല്ലൊരു വിവാഹ ആലോചന അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ആ ബന്ധമാണെങ്കിലും കുഴപ്പമില്ല, ദേവിക്ക് ആനന്ദിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കൂടെ? അച്ഛൻ്റെ കൂടെ നല്ലൊരു ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല അന്തസ്സായിട്ട് അവൾക്ക് ജീവിച്ചുകൂടെ? എന്തിനാണ് അവൾ ഇങ്ങനെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അത് മോളെ വേറൊന്നും കൊണ്ടല്ല, അവൾക്ക് ബാലനെ പോലെ ഒരാളിൻ്റെ ജീവിതം വലിയ ഇഷ്ടമാണ്. ലളിത ജീവിതമാണ് അവൾക്ക് ഇഷ്ടം. ഞാൻ തന്നെ കണ്ടില്ലേ, എനിക്കും ലളിത ജീവിതമാണല്ലോ ഇഷ്ടം, അതുപോലെ അവൾക്കും. അതുകൊണ്ടാണ്. പക്ഷേ ലളിത ജീവിതമാണെങ്കിലും അങ്ങൾ നല്ല ബിസിനസ്സും നല്ല പൊസിഷനിലും ഒക്കെ അല്ലേ ഇരിക്കുന്നത്, അതുപോലെ ആയിക്കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ശരിയാ മോളെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവിയോട് ആനന്ദിനെ എൻ്റെ കൂടെ ചേർക്കാൻ, എൻ്റെ ബിസിനസ്സിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നല്ലതാവും. പക്ഷേ അവൾ കേൾക്കണ്ടേ? അത് ശരിയാ, അവൾ കേൾക്കില്ല അങ്കളെ. അവളുടെ കൂട്ടാരയ്ക്കാന്നറിയോ? ആ മീനാക്ഷി മിത്രയ്ക്കല്ലേ, അവർ പറയുന്നതേ കേൾക്കത്തുള്ളൂ. അത് ശരി. പിന്നെ അല്ല, അവർ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിലേ എനിക്ക് ഒരു കൈസഹായം ആയനായിരുന്നു എന്നിങ്ങനെ ഉദയഭാനു പറയുമ്പോൾ സുകന്യ പറയുന്നുണ്ട്, അങ്ങനെ വിചാരിച്ച് അങ്കിള് ബുദ്ധിമുട്ടണ്ട, എന്നെ കൂടെ ചേർക്കാവോ ബിസിനസ്സിൽ? എൻ്റെ ബിസിനസ്സിലോ? അതെ, എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ. പിന്നെ എൻ്റെ ധർമ്മേട്ടനെ ഇതിൽ കൂടെ ചേർത്ത് കഴിഞ്ഞാലേ നമ്മളും നല്ല കുറച്ചും കൂടെ ഉയർന്ന ഇതിലാവും. എനിക്കും ധർമ്മേട്ടൻ നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്കിളിൻ്റെ കൂടെ നമ്മൾ ചേർത്താലേ. അതിനെന്താ മോളെ? പെട്ടെന്ന് ശ്രീകലയ്ക്ക് കാര്യം പിടിയിട്ടോ. ശ്രീകല ഉടനെ ഉദയഭാനു നോക്കി കണ്ണ് കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ. അപ്പോൾ ധർമ്മൻ ഒരു പക്ഷേ നമ്മുടെ കൂടെ ചേരുമോ? എൻ്റെ ബിസിനസ്സൊക്കെ അവന് ശരിയാവും, സെറ്റാവും. പിന്നെ എനിക്ക് ധർമ്മേട്ടനെ അവിടെ നിന്ന് വിളിച്ചും കൊണ്ട് പോകണമെന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ, ഈ കാര്യങ്ങളൊന്നും നീ അവിടെ പോയി പറയരുത് കേട്ടോ, അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അവർക്കൊക്കെ അത് നാണക്കേട് പോലെ തോന്നും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും പറയില്ല. എല്ലാം റെഡിയായി ധർമ്മേട്ടനെയും കൊണ്ട് അവിടെ നിന്ന്
ഇറങ്ങണ സമയം വരെ ഞാൻ ആരോടും ഒന്നും മിണ്ടില്ല. അത് ഇറങ്ങാറാകുമ്പോൾ മാത്രം പറയും അത് മതി മോളെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ധർമ്മനെ കൂടെ എൻ്റെ ബിസിനസ്സിൽ ചേർക്കാം. പിന്നെ എനിക്കാണെങ്കിൽ പല സ്ഥലങ്ങളിലും പോകാനുമുണ്ട്, ആഫ്രിക്കയിലും ലണ്ടനിലും മലേഷ്യയിലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുമല്ലേ, അപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി സമാധാനമൊക്കെ കിട്ടുമല്ലോ എന്നിങ്ങനെ പറയട്ടെ. ശരി, പിന്നെ അപ്പം ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇവിടെ വന്ന കാര്യം ദേവിയോടോ ആരോടും അവിടെ പോയി പറയണ്ട കേട്ടോ, രഹസ്യമായിട്ട് ഇരുന്നാൽ മതി. ശരി ആൻറ്റി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അങ്ങനെ സുകന്യ അവിടുന്ന് ഇറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ശ്രീകല പറയാം, മോളെ ഞാൻ കുറച്ച് കാശ് കയ്യിൽ തരാം, പോകുന്ന വഴിക്ക് ദേവിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുക്കാമോ? വാങ്ങിക്കൊടുക്കാം. ശരി, കാശൊന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ അത് വേണ്ട, മോള് കാശ് പിടിക്ക്. അതൊന്നും വേണ്ട ആൻറ്റി, അങ്ങനെ എന്നെ കൊച്ചാക്കല്ലേ. അവളെ എൻ്റെ അനിയത്തിയെ പോലെയല്ലേ ഞാൻ കാണുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള എനിക്കും ആഗ്രഹം കാണില്ലേ, ഞാൻ വാങ്ങിക്കൊടുത്തോളാം എന്ന് പറഞ്ഞ് സുകന്യ പോവുക കേട്ടോ. അതോടുകൂടി ശ്രീകലയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം കയ്യിൽ നിന്ന് 5 പൈസ ചിലവാകാതെ ദേവിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ അത്. എന്നിട്ട് ഉദയഭാനുവിനോട് പറയാം, ഉദയേട്ടാ ഇവള് നമുക്ക് ഒരു തുറുപ്പ് ചീട്ടാണ്, കാരണം ഇവളെ പിടിച്ചു വച്ചേക്കണം. മാക്സിമം എവിടെ വരെ പോവോ അതുവരെ നമുക്ക് അവളിൽ നിന്നും ഊറ്റാനുള്ളതെല്ലാം ഊറ്റാം. അവൾ പൈസ ആയാലും അല്ലാത്ത രീതിയിലായാലും ഇതിങ്ങനെ പോട്ടെ. അതുകൊണ്ട് ഇവൾ വന്ന കാര്യം ആരോടും പറയണ്ട, ഇവളുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെന്നും ആരും അറിയണ്ട. അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാട്ടോ. വീട്ടിലാണെങ്കിൽ നമ്മുടെ ദേവി ആനന്ദും കൂടെ ആകെ ടെൻഷനാണ്. ആനന്ദിനോട് ശ്രീദേവി പറഞ്ഞല്ലോ ഇങ്ങനെ ഇവർ വീട്ടിലേക്ക് പോയിക്കുവാണ്, അവിടെ ചെന്ന കാര്യങ്ങൾ അറിയുമെന്ന്. ഫോൺ വിളിച്ചിട്ടോടെ എടുക്കണമില്ല. അങ്ങനെ അവസാനം ദേവി പറയാം, ഇനിയിപ്പോൾ സുകന്യ ചേച്ചി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും വരുന്നത്. നമുക്ക് അതിനു മുമ്പേ ഇവിടെ എല്ലാവരോടും ഒന്ന് തുറന്നു പറയാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ സുകന്യയോട് കാര്യങ്ങൾ തുറന്നു പറയാം. ഇവിടെ വന്നതൊന്നും പറയരുത്. അപ്പോഴത്തെ ആനന്ദ് പറയണം, അവരങ്ങനെ ഒരു സ്ത്രീയാണോ? ആരെയും എവിടെയും കളിയാക്കാനോ താഴ്ത്തിക്കെട്ടാനോ കിട്ടുന്ന അവസരം വെറുതെ കളയോ ദേവിയും ചോദിക്കട്ടെ. ഞാനൊരു ഗർഭിണിയല്ലേ, ഞാൻ അവരെ കാലി പിടിച്ച് അപേക്ഷിക്കും. അങ്ങനെയെങ്കിലും അവർ അലിയും, ഒന്നും ഇവിടെ പറയല്ലേ എന്ന് അറിഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞ സുകന്യ ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ ഇവർ കിട്ടുകിടാ വിറക്കിയാട്ടോ. എന്നിട്ട് സുകന്യ ഒരു തരം പേടിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് വന്നുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇവരാകെ പേടിക്കാൻ കേട്ടോ. എന്നാലും നിങ്ങൾ ചെയ്ത് അത്ര ശരിയായില്ല കേട്ടോ. അല്ല സുകന്യ ചേച്ചി അത് എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങണതും അടുത്ത് സുകന്യ പറയാം, ധർമ്മേട്ടനോട് എന്തിനാ ദേഷ്യപ്പെടാൻ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതെന്താ അങ്ങനെ? ധർമ്മേട്ടനാ? എന്താ മാമൻ പറഞ്ഞു? അതല്ല, രാവിലെ ഞാൻ ധർമ്മേട്ടനോട് കല്യാണത്തിന് പോണ കാര്യം പറയാതല്ലേ പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ലേ, അതിന് ആവശ്യം ഉണ്ടോയെന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇവർക്കങ്ങ് സമാധാനമായിട്ടോ. അയ്യോ രക്ഷപ്പെട്ടു. ഇനി എന്തൊക്കെ തന്നെ ആയാലും സുകന്യ അറിഞ്ഞില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് സുകന്യ പറയാം, ഞാനേ കല്യാണത്തിന് പോയിട്ട് വരണ വഴിക്ക് നിനക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ നീ കഴിക്കണമെന്ന് കൈ കൊടുക്കുക. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചി അവിടെ പോയില്ലായിരുന്നു? എവിടെ പോയില്ലായിരുന്നു? എൻ്റെ വീട്ടിലൊന്നും കയറിയില്ലായിരുന്നു. ഇല്ല, ഞാനെന്തിനാ അവിടെ കയറുന്നത്, ഞാൻ കല്യാണത്തിന് പോയതല്ലേ എന്നും പറഞ്ഞ് തിരിച്ച് അങ്ങനെ സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ അവർക്കത് വിശ്വാസം ആവണില്ല. പക്ഷേ ആനന്ദിന് ശരിക്കും സംശയം തോന്നിയിട്ടോ. ഉറപ്പായിട്ട് ഇവർ അവിടെ പോയിട്ടുണ്ട്, കള്ളം പറയുന്നതാണെന്ന് മനസ്സിലായി. അകത്ത് ചെന്നിട്ട് ദേവിയെ കൊണ്ട് ഫോണിൽ വിളിപ്പിക്കുന്നുണ്ട്. സ്പീക്കർ ഫോണിലിട്ട് നമ്മുടെ ശ്രീകല തന്നെ, അമ്മേ ഇന്ന് അവിടെ ആരെങ്കിലും വന്നോന്ന് ചോദിക്കുക. ഇവിടെ ആരും വന്നില്ലല്ലോ. വന്നിരുന്നു. ആരാ വന്നേമേ? അല്ല അവിടെ നമ്മളെ അടുത്തുള്ള അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠ നടക്കുകയല്ലേ, അവിടുന്ന് പിരിവിന് വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതല്ലെന്നേ, ഇവിടുന്ന് സുകന്യ ചേച്ചി അങ്ങനെ വന്നിരുന്നു. സുകന്യ? അവളെന്തിനാ അവിടെ വരുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അവളൊന്നും വന്നില്ല. പെട്ടെന്ന് ഈ പരിങ്ങലൊക്കെ നമ്മുടെ ആനന്ദിന് പിടികിട്ടുന്നുണ്ട് കേട്ടോ, ഫോണിൽ കൂടെ ഞാൻ സൗണ്ട് കേൾക്കുന്നെങ്കിലും. അങ്ങനെ അവളിവിടെ വരേണ്ട കാര്യം, അല്ലെങ്കിൽ അവൾ വന്നെങ്കിൽ വന്നു എന്ന് പറയാൻ എനിക്കെന്താ ഇത്ര മടി എന്നൊക്കെ ഇങ്ങനെ പറയാണ് ശ്രീകല. അത് കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആനന്ദ് പറയാനുണ്ട്, എടി അവിടെ ചെന്നിട്ടില്ല എന്ന് പറയുന്നത് കള്ളത്തരമാണ്. അതെങ്ങനെ ആനന്ദേട്ടന് മനസ്സിലായി? സുകന്യ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു പരിങ്ങൽ വന്നില്ലേ, അത് കഴിഞ്ഞാണല്ലോ അവർ മറുപടി പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നിൻ്റെ അമ്മയെ വിളിച്ചപ്പോഴും ആദ്യം ചോദിച്ചപ്പോൾ അവരൊന്നും പരിങ്ങിയില്ലേ. അപ്പോൾ ഇതിലെന്തോ കള്ളത്തരമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ ഇവിടെ നടന്നിട്ടുണ്ട്, ഞാനിത് വിശ്വസിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും സംശയം തോന്നുകയാണ്. സുകന്യാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ റൂമിലൊക്കെ പോയി ഇങ്ങനെ ധർമ്മനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധർമ്മം പറയണത്, എന്നാലും സുകന്യെ രാവിലെ നീ ചെയ്തത് ശരിയായില്ല കേട്ടോ. എന്ത് ശരിയായില്ലെന്ന്? എന്നോടൊരു വാക്ക് പറയാൻ നീ കല്യാണത്തിന് പോയില്ലേ? അയ്യോ ധർമ്മേട്ടാ, പോകണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എൻ്റെ കൂട്ടുകാരി പിന്നീട് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പോയിന്നേ ഉള്ളൂ. അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ, അപ്പോൾ അവൾക്ക് നല്ലൊരു കാര്യം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും നമുക്ക് ആഗ്രഹം തോന്നിക്കാണും, അതുകൊണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാലും നമുക്ക് ഒരുമിച്ച് പൊക്കൂടായിരുന്നോ? നിനക്ക് നാണക്കേടുണ്ടോ എന്നെ കൂടെ കൊണ്ടുപോകാനായിട്ട് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്നെ പരിചയപ്പെടുത്താൻ? എൻ്റെ ധർമ്മേട്ട എന്തൊക്കെയായി പറയണേ? ധർമ്മേട്ടന് കുറച്ച് കോംപ്ലക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്, അതൊകൊണ്ടൊന്നും അല്ല, പെട്ടെന്ന് പോകണമെന്ന് തോന്നി പോയിട്ടേ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മനെ ഓരോ കള്ളം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ധർമ്മനാണെങ്കിൽ പാവം
സുകന്യ എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തിന് ബാഗ് എടുത്ത് പോവില്ലേ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ എന്നും പറഞ്ഞാണ് ധർമ്മൻ ഓരോ കാര്യങ്ങളും സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നുട്ടോ. എന്നാലും സുകന്യ ആരോടും ധർമ്മനോട് ഒരു വാക്ക് പോലും പറയാതെ കല്യാണത്തിന് പോയി. അതിനുശേഷം ധർമ്മന് വല്ലാത്തൊരു അസ്വസ്ഥത സുകന്യയോട് തോന്നാട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്